യേശുനാഥൻ്റെ പുതിയ ചൈതന്യം എപ്പോഴും ഹൃദയത്തിൽ സംഭരിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നു, എന്നാൽ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന് ഫരിസേയർ യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് യേശുവിനോട് പരാതിപ്പെടുന്നു. കർത്താവ് പറയും, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർ ദുഃഖം ആചരിക്കുമോ? ശേഷം പുതിയ വീഞ്ഞിൻ്റെയും പഴയ വീഞ്ഞിൻ്റെയും പുതിയ തുണിയുടെയും പഴയ തുണിയുടെയും ഉപമ കർത്താവ് അവരോട് പറയും. ഒന്ന്, മണവാളനും അവൻ്റെ തോഴരും. കർത്താവായ യേശുനാഥൻ്റെ സ്വർഗസന്തോഷത്തിൻ്റെ മുന്നോടിയായുള്ള അനുഭവമാണ് കർത്താവ് ഇവിടെ വിവരിക്കുന്നത്. ക്രിസ്തു കൂടെയുള്ള അനുഭവം സ്വർഗാനുഭവമാണ്. മരണത്തിന് ശേഷം നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെ യേശുനാഥൻ്റെ സാന്നിധ്യത്തിലൂടെ മുന്നാസ്വാദനവും മുന്നൊരുക്കവും യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഈ ഭൂമിയിലെ അവതരണവുമായി കർത്താവ് കാണിക്കുകയാണ്. യേശുനാഥൻ കൂടെയുള്ളപ്പോൾ എന്തിന് ശിഷ്യന്മാർ ഉപവസിക്കുന്നു? ക്രിസ്തു കൂടെയുള്ള അനുഭവം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷ അനുഭവമാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ അഥവാ ദൈവത്തെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഉപവസിക്കേണ്ടത്. ആ ദൈവം സ്വന്തമായുള്ളപ്പോൾ പിന്നീട് എന്തിനാണ് നിങ്ങൾ ഉപവസിക്കേണ്ടത്? യേശുവിൻ്റെ സന്തോഷത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ സന്തോഷമുള്ളവരായി തീരേണ്ടതുണ്ട് എന്ന് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ സന്തോഷമുള്ള ശിഷ്യന്മാർ എന്തിനാണ് ഉപവസിക്കുന്നത് എന്ന് കർത്താവ് അവരോട് ചോദിക്കുകയായിരുന്നു. 2, പഴയതും പുതിയതുമായ വസ്ത്രങ്ങൾ. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് തുന്നിച്ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറി വരും എന്ന് മാത്രമല്ല, പഴയതിനോട് അത് കൂടിച്ചേരുകയുമില്ല. പുതിയ വസ്ത്രം എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് പഴയതിൻ്റെ ചുളുക്കോ പഴയതിൻ്റെ ബലക്കുറവോ ഇല്ലാത്ത പുതിയ ചുളിവില്ലാത്ത ക്രിസ്തുവാകുന്ന നവീനമായ അനുഭവത്തെക്കുറിച്ച് തന്നെയാണ്. 3, പഴയ വീഞ്ഞും പുതിയ വീഞ്ഞും തോൽക്കുടവും. കർത്താവായ യേശുനാഥൻ ഒരു പുതിയ അനുഭവമാണ് ശിഷ്യന്മാർക്കും എല്ലാ യഹൂദർക്കും മനുഷ്യർക്കെല്ലാം പ്രദാനം ചെയ്യുന്നത്. കർത്താവ് ഒരു പുതിയ നിയമം നൽകുവാനാണ് വന്നത് എന്ന് പറയുമ്പോഴും അത് പുതിയതല്ല, പഴയത് തന്നെയാണ്. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് പുതിയതാണ്. കാരണം അവരുടെ പഴയത് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ മനുഷ്യ നിർമ്മിതങ്ങളായ നിയമങ്ങളും ചട്ടങ്ങളും മാത്രമായിരുന്നു. ദൈവീക നിയമവും ചട്ടവും അവർ മറന്നുപോയിരുന്നു. അതുകൊണ്ട് കർത്താവ് അവരുടെ പഴയതല്ല, യഥാർത്ഥ പഴയത് ആദ്യം മുതലേ ഉള്ളതുമായ ദൈവത്തിൻ്റെ നിയമം അനുശാസിച്ചുകൊണ്ട് അഥവാ പറയുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി നിങ്ങളിലേക്ക് ദൈവം ചൊരിയുവാൻ ആഗ്രഹിക്കുന്ന ആത്മാവിന് വേണ്ടി നിങ്ങൾ പുതിയതായി മാറേണ്ടതുണ്ട്. ഈ ആത്മാവിനെ നിങ്ങളുടെ പഴയ ജീവിതവുമായി ചേർത്ത് വയ്ക്കുവാൻ ഒരിക്കലും സാധ്യവുമല്ല എന്ന് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി പുതിയ വ്യക്തികളായി മാറാം. ആദ്യം മുതലേ ഉള്ള ദൈവ ചൈതന്യത്തെ നമുക്ക് പുതുചൈതന്യത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ചിന്തകൾ